നമസ്കാരം, എല്ലാവർക്കും 2025 ഓണാശംസകൾ. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ വീട്ടിൽ കാവറക്കാൻ പോവുകയാണ്. കായൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കി കായൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവരെടുത്തുകൊണ്ട് വെക്കുകയാണിപ്പോൾ. അപ്പോൾ നമ്മളിവിടെ വീടിൻ്റെ വാതിൽക്ക് വെച്ച് തന്നെ ചെയ്യണം, കാരണം മഴ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ സ്റ്റൗ റെഡിയായി, കൊല ഇവിടെയൊക്കെ റെഡിയായി. നോക്കി 50 കിലോ കൊല മേടിച്ചു. കൊലയൊക്കെ എടുത്ത് അവരുടെ പൊസിഷനിലേക്ക് വെക്കുകയാണ്. വലിയ കൊലയാണ് ശരിക്കും. നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാവറക്കുന്നത്. ഇനിയല്ല, അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ആരെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യണവർക്ക് നമ്മൾ അയച്ചും കൊടുക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഡോണ്ട് വറി. അപ്പോൾ ഇത് കാവറക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒന്ന് രതി ചേച്ചിയുണ്ട്, പിന്നെ കൊച്ചുനാണി ചേച്ചിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗീത ചേച്ചിയുണ്ട്, പിന്നെ ടോമി ചേട്ടനുണ്ട്, പിന്നെ നമ്മളെ സേസ് ഉണ്ട് ഇവിടെ. സേസ് കം 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 കുക്കിലി കം. യെസ്, ഇതാണ് സേസ്. അപ്പോൾ സേസിന് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ വട്ടത്ര പ്യുവർ കോക്കനട്ട് ഓയിലാണിത്. നമ്മൾ 12 ലിറ്റർ വെളിച്ചെണ്ണയാണ് മേടിച്ചിരിക്കുന്നത്. അമ്പലമില്ലാതെ അർത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. അമ്പലമില്ലാതെ അർത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഒന്നേലൊന്നും തൊടാണ്ട് കിട്ടും അല്ലേ? അല്ലെങ്കിൽ ഒട്ടി പിടിച്ചു പോകും അല്ലേ? നമ്മൾ മുട്ടിയിരിക്കും അല്ലേ? ഇതിനകത്ത് ചേർക്കാനുള്ള മഞ്ഞൾ ഇവിടെ കലക്കി വെച്ചിരിക്കുകയാണ്. മഞ്ഞൾ ഉപ്പും കൂടി. വാ, നല്ല അടിപൊളി കളറായില്ലേ? അല്ലേ, നല്ല അടിപൊളി കളറായി. നമ്മള് വീട്ടിൽ വറക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേക അല്ലേ? കടയിൽ നിന്ന് മേടിച്ച ഒരിക്കലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പറയുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ നല്ല ചില ഇത് നല്ല മെഴുമിഴ കളറായിട്ടിരിക്കല്ലേ, പ്ലാസ്റ്റിക് അതിന്റെ പോളിഷ് കിട്ടാൻ വേണ്ടിട്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വട്ടത്ര എണ്ണയാണ്. വട്ടത്ര പ്യുവർ വട്ടത്ര വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ തന്നെ. വെളിച്ചെണ്ണ കുറച്ചുകൂടി കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കലക്കിക്കൊണ്ടാണ് ആ ഒരു കളർ വന്നത്. ഈ വട്ടത്ര വെളിച്ചെണ്ണ പ്യുവർ വൈറ്റാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ്, കുറവല്ലേ ഉപ്പ്? അപ്പോൾ നമ്മുടെ കാവറയുടെ ടേസ്റ്റ് നോക്കാൻ പോകണം. നമുക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഫോക്കസ് ചെയ്യുന്നില്ല അല്ലേ? അല്ലേ, ഭയങ്കര ചൂടാ. വാവ്, സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം. വീടുകളിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. സൂപ്പർ. അങ്ങനെ ഏകദേശം നമ്മുടെ കാവറ തീർന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് കുറച്ച് കപ്പ കൂടി വറുത്താലോ. നമ്മുടെ പറമ്പിൽ തന്നെ കപ്പ നിൽപ്പുണ്ട്. പറിക്കുക, അരിയുക, ഇതിനകത്ത് തന്നെ വറുക്കുക. കാരണം എണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരുപാട് എണ്ണ മേടിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 12 ലിറ്റർ എണ്ണ മേടിച്ചു. അത്രയൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഒരു 5-6 ലിറ്റർ എണ്ണ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. അതിന് തന്നെ ഒരുപാടുണ്ട്. മേ ബി 1-2 കൂടി ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും. 1-2 ലിറ്റർ കൂടി അത്രേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇറ്റ്സ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഓണം ഇങ്ങനെയൊക്കെ അല്ലേ? പിന്നെ അതുകൂടാണ്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാനുണ്ട്. ശർക്കര വരട്ടി അതുകൂടി ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം. ഈ നിൽക്കുന്നതാണ് കപ്പ.
അമ്മ അടുക്കളപ്പണിയിലാണ് രാവിലെ തന്നെ. നമ്മൾ ഇതിലും വഴിയാണ് പോകുന്നത് കപ്പ പറിക്ക്. കണ്ടില്ലേ, കപ്പ പറിക്കാൻ പോവാണ്. യെസ്, ഭയങ്കര കപ്പയാട്ടോ ഇത്. ഒരു ചോടി തന്നെ നമുക്കൊരു 4-5-6 കിലോ കിട്ടും. മുളകൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് കപ്പ. ഇത് നമുക്ക് പറിക്കണം. 2-3 ചുവടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വാഴക്കുല, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് കപ്പ ഇപ്പോൾ പറിക്കാം. ഇത് വന്നിട്ട് റോബസ്റ്റയാണ്. റോബസ്റ്റ ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ. റോബസ്റ്റയൊക്കെ നല്ലോണം ഉണ്ടാകും ഈ പൂഴിമണ്ണായതുകൊണ്ടേ. സാധാരണ മണ്ണിലുണ്ടാകും, പക്ഷേ ഇതിനകത്ത് നല്ല വലിയ കൊല ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുരുമുളകുണ്ട്. ഇതുണ്ട് കുരുമുളകാണ്. ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് പകുതി പാകമായിട്ടേ ഉള്ളൂ കുരുമുളക്. ഹലോ, മോൾ എടുക്കാൻ വന്ന ഇവിടെ? അണ്ണായിനാണല്ലോ ചോദിക്കണേ മോള് വന്നത് എന്തിനാന്ന്. ഹലോ അണ്ണായി. റീൽസ് അല്ല ഇത്, സാധാരണ വീഡിയോ. അപ്പോൾ ഞങ്ങൾ കപ്പ പറിക്കാൻ വന്നതാണ്. കുഞ്ഞാവതേ കപ്പ പറിക്കാൻ വന്നിട്ട് മങ്കിയായി. എന്താണ് മങ്കിയായി. കപ്പ പറിച്ച് നമുക്ക് ചുമന്നിട്ട് പോവാം. നമുക്ക് ഓണത്തിനുണ്ടാക്കി നമ്മുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും കൊടുക്കാനായിട്ടോ കേട്ടോ. ബാ, കപ്പ പറിക്കാനായിട്ട് അച്ഛൻ തൂമ്പയൊക്കെ ആയിട്ട് വന്നു. അമ്മയും വരുന്നുണ്ട്. പതിയെ മാറ്റിയെടുക്കണം. ഇവിടെ പിന്നെ എലിയുടെ ശല്യമില്ലല്ലേ അമ്മേ? എലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഹലോ. പതിയെ മണ്ണ് മാറ്റിയെടുക്കണം നല്ലോണം. ശരിക്കും നമ്മളെ ഈ നല്ലോണം മണ്ണ് ഇതാക്കി എടുത്തോണ്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് അല്ലേ. തറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പാടാ. അതെ, പറിച്ചെടുക്കാൻ പാടായിരിക്കും. വെള്ളം കയറാതിരിക്കാൻ ഒന്നും ഉദ്ദേശം, പിന്നെ പറിച്ചെടുക്കാനായിട്ടേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അതെ, കപ്പ വെട്ടാൻ പോവാണ്. അത് കുഴപ്പമില്ല. അത് മതി, കപ്പ വെട്ടാനല്ലേ. ഡാൻസിനാണെങ്കിൽ എന്താ 1ാം ക്ലാസ് വെച്ച് പഠിപ്പിച്ച പാട്ടാണ്. പാളംപരമ്പത്തിലൂടെ ഓ കപ്പ കപ്പ കപ്പ. ഞാൻ അടുത്തോടെ എന്റെ അമ്മ അടിയിലുണ്ട്. അത് അച്ഛനെ കപ്പയും പറിച്ചിട്ട് വന്ന് ഇത് അരിഞ്ഞ് വറക്കാൻ വേണ്ടിയിട്ടാണിത്. വാവ്, ഇഡലി സാമ്പാർ ഇപ്പം എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണിത്. സാമ്പാർ നമ്മൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ എത്ര മണിയായി ചെയ്യും? 12 മണിയായി അല്ലേ? ഇല്ല, 11:15 നല്ലോണം ടൈം എടുക്കും ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ കുറച്ച് കപ്പയും കൂടി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കപ്പയും കൂടി ശരിയാക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു സ്റ്റൗവിലാണ് തുടങ്ങിയത്. പക്ഷെ അതൊന്നും ആകത്തോണ്ട് നമ്മൾ ഒരു സ്റ്റൗ കൂടി ആഡ് ചെയ്തു. കണ്ടില്ലേ, ഒരു സിലിണ്ടർ കൂടി ആഡ് വെച്ചിട്ട് ഇവിടെ കണ്ടില്ലേ ഇത് വാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് അരിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
സെമനെ അങ്ങനെ നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കാവറ കംപ്ലീറ്റ് ചെയ്ത് ദൂരം നോക്കി, ഒരു വലിയ ജാറിനകത്ത് നിറച്ചുണ്ട്, കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ 50 കിലോയുടെ കാ മേടിച്ച് വറുത്ത് ഇനി ഇത്ര കിട്ടുള്ളൂ. ഇത് കപ്പയാണ് കേട്ടോ, നമ്മൾ കപ്പ മേടിച്ച് വറുത്തില്ലേ അത്. ഇത് കാ വറുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? പിന്നെ ഇത് ഇച്ചിരി മൂത്ത് വേറെ ഞങ്ങൾ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചക്കരവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചക്കരവരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കര വരട്ടി. പക്ഷേ ഈ ഒരു സ്റ്റൗ ഞങ്ങളുടെ കേടായി പോയി, കാരണം കുറച്ച് ഡിലേ വന്നു. പിന്നെ വേറെ സ്റ്റൗ ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പോകുന്നു. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കി. അടിപൊളിയായിട്ടുണ്ട്. നല്ലെടുത്ത് കഴിച്ചു നോക്കാം. ചൂടായിരിക്കും അല്ലേ? പഞ്ഞി പോലെ ഇരിക്കണം അല്ലേ? കുറച്ചുകൂടി സ്റ്റിഫായുണ്ട്, സമയം എടുക്കും. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത്രയൊക്കെ വറുത്ത എണ്ണയാണിത്. ഈ എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് സവോള അരിഞ്ഞിട്ടിരിക്കുക, കണ്ടില്ലേ? സവോള ചുമ്മാ അരിഞ്ഞ് കിട്ടാൽ മതി, അപ്പോൾ എണ്ണ തെളിഞ്ഞു വരും. പിന്നെ നമ്മൾ ശർക്കര വരട്ടി നിന്നിട്ടും മതിയാകണില്ല ഇത്, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഈ സാധനത്തിന്, ഭയങ്കര ടേസ്റ്റാണ്, അതല്ലേ? അപ്പോൾ നമ്മളിത് കുറേശ്ശായിട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി നമ്മുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം, ഓണാശംസകൾ 2025. ബൈ ബൈ.